മഞ്ഞൾ മാറിയിട്ടില്ല. അവന്റെ നിപ്പ് കണ്ടില്ലേ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് പട്ടി. നിന്റെ ഉണ്ട. അമ്മു, നീ ആക്കും തത്തിയ ചെറ്റത്തരം പഠിപ്പിക്കായി. അയ്യോ ഞാനല്ല, ആ പത്രക്കാരൻ ചെറുക്കനാ മാമി. കല്യാണം ഉറപ്പിച്ച പെണ്ണല്ലേ നീ? இந்த விளையாட்டெல்லாம் நிறுத்தக்கூடாதா? அம்மா அவ அம்மா வந்தாள் இல்லையா, கூட அனுப்ப வேண்டியதானே? இரு அனுப்புறேன். நீ பொறுக்கச்சா? ஆமா. இரு இதோ வந்துட்டேன். கிருஷ்ணா உராரப்பா. 8 10 12 ഓരോ കുളി കഴിയുമ്പോഴും അമ്മ വട്ടം ഇടുന്നു, തീയതി എണ്ണുന്നു. രാജാത്തി വാ. പിന്നെ വാണി, ഇത്തവണ 32 ദിവസം കഴിഞ്ഞു. എൻ കണ്ണ് സൂര്യ, 32 நாள். இவ்வளவு நாள் தள்ளி போனதில்லை. ஏதோ நடக்கும் போல இருக்கு. வாணியை கூப்பிட்டுட்டு டாக்டர் ஆத்துக்கு போ. சீக்கிரம் போய் சாரி மாத்திட்டு வா. ஓடு வாணி. இதோ பாரு, ஓட்டம் சாட்டம் ஒண்ணும் வேண்டாம். என்னடா அது, உனக்கு அறிவு உண்டோ? இந்த மாதிரி இருக்கும்போது ഓട சொல்றது. സോറി വാണി, ഇത്തവണയും വിചാരിച്ചതുപോലെ ഒന്നുമില്ല. വിഷമിക്കാനൊന്നുമില്ല വാണി. നിങ്ങൾക്ക് രണ്ടുപേർക്കും ബേസിക് പ്രോബ്ലംസ് ഒന്നുമില്ലല്ലോ. ഈശ്വര തരും. I'm sorry, sir. At the moment, the boat is busy. Can I take a message? Yeah, Mr. Chari. Krishna, Gurayappa. Good morning, sir. Good morning. Good morning, sir. Good morning. Good morning. Good morning. Good morning. Good morning. Good morning. Good morning, sir. Good morning. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. ഓ, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. താങ്ക് യു സർ. പ്രായം ആരോടും പറയണ്ട. ഭാരത് കൺസ്ട്രക്ഷൻസിന്റെ മെഷീനറി ഇൻഷുറൻസ് അസസ്മെന്റ് റിപ്പോർട്ട് അയച്ചോ? യെസ് സർ. മാക്മോഹൻസിന്റെ അണ്ടർ റൈറ്റിംഗ് പ്രപ്പോസൽസ് എസ്എമ്മിന് അയച്ചു സർ. ഗുഡ്. ബ്ലേസ് ഷിപ്പിംഗ് കമ്പനിയുടെ ക്ലെയിം ആ നോട്ട് എവിടെ? അത് ഞാൻ ഇന്നലെ ഡിക്റ്റേറ്റ് ചെയ്താണല്ലോ. ടൈപ്പിംഗ് പൂർത്തിയായില്ല സർ. വൈ? വൈ? ഇന്നലെ ഉച്ച മുതൽ സൗദ ആബ്സെന്റ് ആണ് സർ. ആൾ കൈൻഡ്സ് ഓഫ് ഫണ്ണി എക്സ്ക്യൂസസ്. ഇത് പറ്റില്ല. ഏ സൂര്യ, ഐ എം കമ്മിങ് സർ. അവരുടെ വികാരതരളമായ നിമിഷം പൂനിലാവിന് പോലും ലയിച്ചു തോന്നി. ചോണിക്കുട്ടിക്കും സൂസമ്മയ്ക്കും മൃദുലമായ ശർക്കര പന്തലിലെ തേന്മഴ, തോട്ടുവാ വിശ്വം. മിസ്റ്റർ ശങ്കരദാസ്, ഓഫീസിൽ ഇന്ന് നോവൽ വായിക്കുന്നത് ഒരു തെറ്റ്, ഇത്തരം പന്ന നോവലുകൾ വായിക്കുന്നത് മറ്റൊരു തെറ്റ്. ഇനി ഈ തെറ്റുകൾ ആവർത്തിക്കരുത്, മനസ്സിലായോ? ശരി. എന്താ സൗദം ലേറ്റ്? ബസ് ലേറ്റ്. ഇന്നലെ ആഫ്റ്റർനൂൺ വീട്ടിൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു. അവർ പോയോ? ഇല്ല. എന്നാ പിന്നെ ഇന്നും അവിടെ തന്നെ കൂടായിരുന്നല്ലോ. സർ, യു മസ്റ്റ് ബി പങ്ക്ച്വൽ ഇൻ ദ ഓഫീസ്. ഓക്കെ? ആ സൂര്യ, ഈ ബ്ലേസ് ഷിപ്പിംഗ് കമ്പനിയുടെ ക്ലെയിം ഒരു വലിയ ഹെഡേക്കാണ്. ഓരോ പേപ്പറും അറ്റ് എവരി സ്റ്റേജ് നേരിട്ട് ഹാൻഡിൽ ചെയ്യണം. യെസ് സർ, ഞാനത് ചെയ്യുന്നുണ്ട്, എനിക്കറിയാം. ദ സ്റ്റേക്സ് ആർ ഹൈ. 20 crores. ഇത്ര വലിയ ക്ലെയിം ഈ റീജിയണൽ ഓഫീസ് ഇന്നോളം കൈകാര്യം ചെയ്തിട്ടില്ല.
ഐ നോ ഇറ്റ് സർ. ആർബിട്രേറ്റർ മുമ്പാകെ ഫലപ്രദമായ എവിഡൻസ് മാർഷൽ ചെയ്യണം. ഓൾസോ യു മസ്റ്റ് അപ്പിയർ ആസ് വിറ്റ്നസ്. യെസ്. ഈ കേസ് ജയിച്ചാൽ പ്രൊമോഷൻ ഉറപ്പാ. അതൊക്കെ പോട്ടെ. തന്റെ ഡൊമസ്റ്റിക് പ്രോഗ്രസ് എങ്ങനെയുണ്ട്? ദാമ്പത്യം. ഐ ക്യാൻ ഓൺലി ട്രൈ സർ. ട്രൈ അഗൈൻ. അനിയ സൂര്യ, ഞാൻ ആരാ? യു ആർ മൈ ബോസ്. അല്ല, ഞാൻ 6 പെമ്പിള്ളേരുടെ തന്തയാ. വേണമെങ്കിൽ ഇനിയും 6 കൂടെ ആവാം. എടോ, ഫയറിങ്ങിൽ ശക്തിയല്ല പ്രധാനം, ഉന്നം. പുരിഞ്ചിതാ. മാമി, പശു. ഓ, இன்னைக்கு വാവാക്കും. வாணி ആര്? தூங்கியாச்சா? இன்னைக்கு வாவாக்கும். வாணி தூங்கியாச்சாமா? നടി എന്നാ? கண்ணா, എന്നാടി കന്നത്തിലെല്ലാം അടിக்கிறேன்? கொசு. நெட்டுக்குள்ள கொசுவா? அந்த பாட்டு கொஞ்சம் போடு. பெருமாளே, இந்த தடவையாவது எங்க வீட்டுல கிருஷ்ணன் பிறக்கணும். பிள்ளையரப்பா.
என்னது போட்டு சரியா வைக்க கூடாதா? கரெக்ட். இன்னைக்கு உங்க மாச பிறந்தாள் இல்லையா? வேஷ்டி கட்டிட்டு ஆபீஸுக்கு போங்க. माता श्री महाराज्ञी श्रीमत् सिंहासनेश्वरी चिदग्निकुंड संभूता देव कार्य समुद्यता उद्यद्भानु सहस्राभा चतुर्बाहु समन्विता प्रागस्वरूप पाषाढ्या क्रोधाकाराङ्कुशोज्ज्वला मनोरूपे क्षुकोदण्डा पंचतन्मात्र सायका निजारुण प्रभापूर मज्जद् ब्रह्मांड मंडला चंपकाशोक पुन्नाग सौगंधिकल सत्कचा कुरुविंदमणि श्रेणी कनकोटीर मंडिता अष्टमी चंद्र विभ्राजदलिक स्थल शोभिता मुख चंद्र कलंकाभिविशेषका वदन स्मर मांगल्य गृह तोरण चिल्लिका वक्त्रलक्ष्मी परिवाह चलन्मीनाभलोचना नवचंपक पुष्पाभ உனக்கு நான் வச்சிருக்கேன் நான். என்னடி மைத்திரி இது? சோம்பேறி முட்டை, நீ பேசுற பேச்சு உன்னை உன்னை நான் கொன்னுறேன் பிச்சு. என்னடா சூர்யா இது இப்படியா குழந்தை வளர்த்துறது? என்னம்மா பாவம் மைத்திரி என்னென்னமோ கனாபினா பேசிட்டு இருக்குது. இதான் இந்த தேவையில்லாத சப்போர்ட் தான். ஆமா சப்போர்ட் தான். பாத்தியா, ஒரு வார்த்தை பேச விட மாட்டா இந்த புன்னார மோளு. போட்டம்மா இந்த வாட்டியோட மன்னிச்சிடுங்க. ஆமா மன்னிச்சுங்க. ஆசையா செல்லமா உன் குழந்தைய வளர்த்த வேண்டிய நானு இந்த தத்தையை தூக்கி மடிய வச்சுக்கிறேன். எனக்கு வேற வேலை கிடையாது பாரு. മൈത്രി നിനക്ക് സ്റ്റൈലിഷ് ആയാലും കൂടുന്നുണ്ട്. ബി എ ഗുഡ് ഗേൾ. ஐயோ நீ போச்சு. മൈത്രി என்ன கண்ணா இது? മൈത്രി ஐயோ மைத்ரி മൈത്രി மைத்ரி மைத்ரி எங்க போச்சுன்னு தெரியலையே. മൈത്രി மைத்ரி நீ எங்க இருந்தாலும் അവൻ എങ്ക പോയിട്ടാ? മിണ്ടാ പ്രാണികളെ നോയിക്കുമ്പോ ഓർക്കണം. Who is calling? Oh, Blaze Shipping Company. Is in the manager's room. രാജി ആ സൗദത്തിന്റെ വരവ് കണ്ടില്ലേടി? ഓ എന്നും കാണുന്നല്ലേ? ഇന്ന് അങ്ങനെയല്ലടി. ആ നീ വാ. പുതിയ കരിമണിമാല. നമുക്ക് എന്ത് വേണം മേരി? ഇങ്ങനെ നോട്ടടിച്ച് നിൽക്കാൻ എന്റെ രാജി. ദിവസം തോറും പുതിയ പുതിയ ആഭരണങ്ങൾ, കോസ്റ്റ്ലി സാരീസ്. അവൾക്ക് എനിക്ക് ഒരേ ശമ്പളം. ഇത് അവൾക്ക് മാത്രം എങ്ങനെ കഴിയുന്നു? നീ ഒന്ന് പറഞ്ഞേ. എന്തിനാ അതും ഇതൊക്കെ പറയുന്നേ? എനിക്ക് ഗോസിപ്പിക്കൊന്നും ഇഷ്ടമല്ല. ഗോസിപ്പോ? സത്യമല്ലേ ഞാൻ പറഞ്ഞത്? എനിക്ക് ആരെയും കുറ്റം പറയുന്നത് ഇഷ്ടമല്ല. സത്യം കണ്ടാ പറയാതിരിക്കാനും പറ്റുന്നില്ല. ഒരു സംഗതി ക്ലിയറാ, സൗദത്തിന് എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അതുറപ്പാ. സത്യം. നീ പോടി പെണ്ണേ. എവിടെ നോക്കിയാണ് നടക്കുന്നേ? തന്റെ കരവലയത്തിൽ ഒതുങ്ങി നിന്ന സൂസമ്മയെ ജോണിക്കുട്ടി തഴുകി. അപ്പോൾ അവൾ സീൽക്കാരം പുറപ്പെടുവിച്ചു. Yes, New United Insurance. Could I get Mr. Suryanarayan? Yes, Surya.
கண்ணா சூரி மைத்திரி வந்தாச்சு. என்ன வாணி, குழந்தை வந்ததா? வேகம் வாங்கோ, கூலி பிள்ளையர் கல்லும் கட்டி அடிச்சிட்டு இருக்காங்க. தோ வந்துடுறேன். நீங்க கூப்பிடுங்க. മൈത്രി വാടി കീഴെ നിന്നെ ഇന്ന് ഞാൻ അയണിന്ന് എടുത്തു വെച്ചേ. டேய் சூர்யா ஜாகிரதைடா. ഭയപ്പെടാതെ ஏணியை கெட்டியா பிடிச்சுக்கோ. ആ மெதுவா ആ மெதுவா ராஜா. ഭയപ്പെടാതെ ഒന്നും ആകാതെ പാടി. നീ എന്റെ അരുമയല്ലേ? മൈത്രി சூர்யா ഉനക്ക് ഞാൻ വെച്ചിട്ട് அவ்வளவு மேல போக வேண்டாம். ஐயோ சொல்லுமா. ஜாகிரதைடா. ஏய் சூர்யா வேண்டாம்டா. ஏய் மேலே ஏறாதடா. வேண்டாம்டா. അമ്മാ கெட்டிமா பிடிச்சுக்கடா. கெட்டிமா பிடிச்சுக்கடா. சூரே. எனக்கு பயமா இருக்குது. வைகுண்டம், ராவ் பகதூர் ஸ்ட்ரீட், மீனம்பாக்கம். ரொம்ப அவசரமா இருக்கு, சீக்கிரம் வாங்க சார். ஏய் சூரி ஜாகிரதைடா. பயப்படாத. பெருமாளை மனசுல நினைச்சுக்கோ. ஜாகிரதை. பெருமாளே அவளே குழந்தைய காப்பாத்தி. ஜாகிரதைப்பா. மெதுவா மெதுவா. அம்மா ஐயோ பாத்து பாத்து, அவரை நல்லா பாத்து பிடிச்சிடுங்க. பயப்படாதீங்க, மெதுவா பிடிச்சிடுங்க. வாணி இரு, நான் போய் தண்ணி எடுத்துட்டு வரேன். கண்ணா சூரிய என்னாச்சு? நம்ம மூடு சரியில்லை. എക്സൈഡിൽ നിന്ന് മിസ്റ്റർ സോമശേഖരൻ വിളിച്ചിരുന്നു. ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു.
Get me 66609. Can I talk to Mr. Somashekhar? Wrong number. Lizzie, I asked 66609. I gave you that, sir. No, you gave me some wrong number. No, sir. I gave you 66609. Look, madam, anybody can make a mistake. മിസ്റ്റേക്ക്? നോ സർ, എനിക്ക് തെറ്റിയിട്ടില്ല. You don't have to get irritated, okay? ഷിപ്പിംഗ് കമ്പനിയായുള്ള കേസിന്റെ ആർബിട്രേഷൻ 11 മണിക്കാണ്. സാർ, എന്നെ അയച്ചു കണ്ണ? പ്രത്യേകിച്ചൊന്നുമില്ല. സൂര്യ, വാട്ട് ദ ഹെൽ ഈസ് ഹാപ്പനിങ് ടു യു? തനിക്ക് എന്ത് പറ്റി? സാർ, എന്തോന്നു സാർ? ബ്ലേഡ് ഷിപ്പിംഗ് കമ്പനിയുടെ ക്ലെയിം ഫയൽ നിങ്ങളല്ലേ ഹാൻഡിൽ ചെയ്ത്? അതെ. നിങ്ങൾ എന്താ ഇന്നലെ നമ്മുടെ ലോയേഴ്സിനെ കാണാഞ്ഞത്? നേരത്തെ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തതല്ലേ? ഫസ്റ്റ് സർവേ റിപ്പോർട്ട് എന്തുകൊണ്ട് ഹാജരാക്കിയില്ല? അതല്ലേ നമുക്ക് അനുകൂലമായ റെക്കോർഡ്. അതൊക്കെ പോട്ടെ, സാക്ഷിയായി നിങ്ങൾ ഇന്നലത്തെ വിചാരണയിൽ ആർബിട്രേറ്റർ മുമ്പാകെ ഹാജരായതുമില്ല. നിങ്ങൾ കാരണം കമ്പനി കേസ് തോറ്റു. യു ആർ റെസ്പോൺസിബിൾ. ഡു യു ഹാവ് എനി ബ്ലഡി എക്സ്ക്യൂസ്?
എടോ സൂര്യ, തനിക്ക് എന്തു പറ്റി? ടേക്ക് ഇറ്റ് ഈസി. ഞാൻ ഇത്രയും ഫ്യൂരിയസ് ആയത് തൻ്റെ കയ്യിൽ നിന്ന് ഈ വീഴ്ച വന്നുകൊണ്ടാണ്. യു ആർ ഓൾവേസ് സോ സിസ്റ്റമാറ്റിക് ആൻഡ് ഡിസിപ്ലിൻ. ആ, നമുക്ക് അപ്പീൽ ഫയൽ ചെയ്യാം. ഇനിയിപ്പോൾ അതല്ലേ പറ്റൂ. Give him Paxim or Neocam. ഓക്കെ ഡോക്ടർ. Okay, Surya, you will be all right. சூர்யா, கொஞ்சம் பாயசம் சாப்பிடுறா. இந்தா, ஒரே ஒரு டீஸ்பூன் சாப்பிடு. நானே என் கையால உண்டாக்குனது. വേണ്ടാന്ന് சொன்னேன் இல்லையா? ഹലോ സൂര്യ, താൻ ഞങ്ങളെയൊക്കെ അങ്ങ് വിരട്ടിക്കളഞ്ഞിടോ. തനിക്ക് ദൈവാധീനമുണ്ട്. യു ആർ ലക്കി. ആ പിന്നെ അല്ല, ഞാൻ 2-3 കാസറ്റ്സ് വാങ്ങിക്കൊടുന്നുണ്ട്. വേണ്ടെന്ന് അവള് പറഞ്ഞ സാരമില്ല, എല്ലാം കാണണം. വെരി ഇൻട്രസ്റ്റിംഗ്. പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ ഞാൻ തന്നെ വാങ്ങിക്കൊണ്ടുവന്നാ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ.
ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? സാറിന് എന്തെങ്കിലും അസുഖം തോന്നുന്നുണ്ടോ? ഇല്ല ഇല്ല. പ്രഷർ അബ്നോർമൽ ആണല്ലോ. 243/58. 243/58. 243/58. 243/58. 2 4 3. 2 + 4 + 3 9. അഷ്ടമുടിക്കായൽ. ഡോക്ടർ ജേക്കബ്. മൈ ഗോഡ്. Where is Dr. Jacob? ഡോക്ടർ പോയല്ലോ ട്രിവാൻഡ്രം കോൺഫറൻസിന്. Get me. Dr. Jacob? ഞാൻ സൂര്യ. ഡോക്ടർ ഒന്ന് യാത്ര ചെയ്യുന്നുണ്ടല്ലേ? Yes, I am going to Trivandrum. ട്രിവാൻഡ്രം മെയിൽ. അതെ. യു ആർ ഇൻ ഡേഞ്ചർ. നിങ്ങൾ ആ ട്രെയിനിൽ യാത്ര ചെയ്യരുത്. എന്താ ഈ പറയുന്നത്? ആ ട്രെയിൻ ഭീകരമായ ഒരു അപകടത്തിൽപ്പെടാൻ പോകുന്നു. എന്ന് വെച്ച് എനിക്ക് മെഡിക്കൽ കോൺഫറൻസ് മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഡോക്ടർ പ്ലീസ്, ഫോർ ഹെവൻസ് സേക്ക്. ഓക്കെ സൂര്യ, നിങ്ങൾ ആ ഫോൺ റിസപ്ഷനിൽ കൊടുക്ക. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ആ സിസ്റ്റർ, ഡ്യൂട്ടി ഡോക്ടറോട് പറയൂ അയാൾക്ക് എന്തെങ്കിലും സെഡക്റ്റീവ് കൊടുത്ത് ഉറക്കാൻ. ഈസ് ഡിസ്റ്റർബ്ഡ്. യെസ് ഡോക്ടർ. നോ. ഹലോ മാഡം, ഞാൻ സൂര്യ. ഡോക്ടർ ഈസ് ഇൻ ഡേഞ്ചർ. വാട്ട്? ട്രെയിൻ ആക്സിഡന്റ്. പ്ലീസ് ഡോണ്ട് ലെറ്റ് ഹിം ഗോ. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ജയ്പു. ആ മിസ്റ്റർ സൂര്യൻ വിളിച്ചു കാണും. ഞാൻ യാത്ര ചെയ്യരുത്, ട്രെയിൻ ആക്സിഡന്റ് ഉണ്ടാവും, അതുകൊണ്ട് ഇന്ന് പോകാൻ പാടില്ല എന്ന് പറയാൻ. അതെ. അവന് വട്ട. എനിക്കെന്തോ ഒരു വല്ലായ്മ പോലെ, എന്തോ അപശകുനം കണ്ട പോലെ. നിങ്ങളിന്ന് പോകണ്ടെന്നേ. നീ എന്താ ഈ പറയുന്നത്? എടാ ഗോപാല, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഡോക്ടർ പോകുമ്പോ കാർ ഇങ്ങനെ ഇടരുതെന്ന്. ദേ ജയ്പു, നിങ്ങൾ ഞാൻ പറയുന്നൊന്ന് കേൾക്കുന്നേ. നീ എന്റെ ബ്രാൻഡ് എടുത്ത് വെച്ചിട്ടുണ്ടോ? ഓ വരട്ടെ കേട്ടാ. சென்னையிலிருந்து திருவனந்தபுரம் வரை செல்லும் 6319 நம்பர் திருவனந்தபுரம் மேல் இன்னும் சற்று நேரத்தில் 5வது பிளாட்பாரத்தில் இருந்து புறப்படும். യെസ്, സ്റ്റേഷൻ സൂപ്രണ്ട് നായർ ഹിയർ. ഇന്ന് വൈകിട്ട് മദ്രാശിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്ന മെയിൽ നാളെ രാവിലെ കൃത്യം 9:58 ശാസ്താംകോട്ട കഴിഞ്ഞ അടുത്ത സ്റ്റേഷന് മുമ്പ് എന്തോ അപകടം സംഭവിക്കാൻ പോകുന്നു. ഒരു കാരണവശാലും ഈ ട്രെയിൻ ശാസ്താംകോട്ട കടന്നു പോകാൻ പാടില്ല. ഹോൾഡ് ബാക്ക്. നിങ്ങളാണ് മിസ്റ്റർ ദൈവം? അല്ല, ഞാൻ സൂര്യനാരായണൻ. ഐ വാണ്ട് യു അഗൈൻ, ഹോൾഡ് ബാക്ക് ദി ട്രെയിൻ. സോറി, വി കനോട്ട് ഹോൾഡ് ബാക്ക് ദി ട്രെയിൻ.
മിസ്റ്റർ സൂര്യ, ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് നന്ദി പറയേണ്ടത്? നിങ്ങളാരാ? ഞാൻ ഡോക്ടർ ജേക്കബിന്റെ മിസ്സസ് ആണ്. ഭാഗ്യവശാൽ ഡോക്ടർക്ക് ഇന്നലത്തെ ട്രെയിനിൽ പോകാൻ കഴിഞ്ഞില്ല. ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുപോയി. നിങ്ങൾ പറഞ്ഞത് എത്ര സത്യമായി വന്നിരിക്കുന്നു. കേരളം കണ്ട ഏറ്റവും ഭീകരമായ ഈ റെയിൽ അപകടത്തിൽ ഇതുവരെ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് 124 പേർ മൃതിയടഞ്ഞിരിക്കുന്നു. രക്ഷാപ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ജില്ലാ അധികൃതരെ സഹായിക്കാൻ നേവിയുടെ മുങ്ങൽ വിദഗ്ധന്മാർ പെരുമണ്ണിലെത്തിയിട്ടുണ്ട്. പാലത്തിനടുത്തെത്തിയപ്പോൾ വല്ലാത്ത മുഴക്കം കേട്ടെന്ന് രക്ഷപ്രാപിച്ചവരിൽ ഒരാളായ ശ്രീ അബ്ദുൾ റസാഖ് ഞങ്ങളുടെ ലേഖകനോട് പറയുകയുണ്ടായി. ഞാൻ ജനാലയുടെ കമ്പി പിടിച്ചു കിടന്നുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ വള്ളക്കാരി ഒന്ന് ഇടിച്ചു പൊളിച്ച എന്നെ പുറത്തെടുത്തത്. മറ്റൊന്നും എനിക്ക് ഓർമ്മയില്ല. ഡോക്ടർ ഭട്ട്, എന്തുകൊണ്ട് ഇതൊരു അസ്ട്രോളജിക്കൽ പ്രഡിക്ഷൻ ആയിക്കൂടാ? നോ, ഈ പ്രവചനത്തിന്റെ സ്വഭാവം അതല്ല. പുറപ്പെടാൻ പോകുന്ന ട്രെയിൻ, യാത്ര ചെയ്യുന്ന വ്യക്തി, സ്ഥലം, സമയം, സ്പീഡ്, ഇവ ഇത്രയും കൃത്യമായി പറയാൻ ഒരു ജ്യോതിഷത്തിനും ആവില്ല. ജനന സമയത്തെ ഗ്രഹനില നോക്കി അങ്ങുമെങ്ങും തൊട്ടും തൊടാതെയും ചിലതൊക്കെ പറയാമെന്നല്ലാതെ ഇത്രയും മൂർച്ചയുള്ള ഒരു പ്രവചനം, നോ, ഇറ്റ്സ് ഇംപോസിബിൾ. എങ്കിലിത് വല്ല ചാത്തൻ സേവയായിരിക്കും ഡോക്ടർ. സ്റ്റോപ്പ് ജോക്കിംഗ്. സൂര്യ അയാളുടെ 6th സെൻസ് തുറന്നിരിക്കുന്നു. എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ, പഞ്ചേന്ദ്രിയങ്ങൾക്കും അതീതമായൊരു കഴിവ്. ഐ ഫീൽ ഇറ്റ് ഇസ് സ്റ്റുപ്പിഡ്. നിങ്ങൾക്ക് എങ്ങനെ സ്റ്റുപ്പിഡ് എന്ന് പറയാൻ കഴിയും ഡോക്ടർ? അല്ല ഡോക്ടർ, സയൻസ് ഏറെ പുരോഗമിച്ചു കഴിഞ്ഞ ഈ 20ാം നൂറ്റാണ്ടിൽ ഇങ്ങനൊരു കാര്യം എനിക്ക് വെറും ഒരു മിഥ്യായി തോന്നുന്നു. അത് അറിവില്ലാത്തതുകൊണ്ടാണ്. ജലദോഷമുള്ളവൻ മണമില്ലാന്ന് പറയുന്ന പോലെ. ഇന്നും സത്യമായി അവശേഷിക്കുന്ന ഒരു പ്രതിഭാസമാണിത്. ഹാവ് യു ഹേർഡ് അബൌട്ട് നോസ്ട്രഡാമസ്? 400 വർഷങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിൽ ജീവിച്ചിരുന്ന ഒരു ഫിസിഷ്യൻ. അന്ന് അയാൾ പ്രവചിച്ചു കോഴ്സിക്കയിലെ ഒരു നെപ്പോളിയൻ ഫ്രഞ്ച് ചക്രവർത്തിയാകുമെന്ന്. അയാൾ പ്രവചിച്ച 3 ലോകമഹായുദ്ധങ്ങളിൽ 2 നടന്നു കഴിഞ്ഞു. മൂന്നാമത്തേത് 1996 നടക്കാൻ പോകുന്നു. ഇൻ 1996. തീർന്നില്ല. 2 അമേരിക്കൻ പ്രസിഡന്റുമാർ വധിക്കപ്പെടുമെന്ന് അയാൾ പറഞ്ഞിരുന്നു. ഈ 20ാം നൂറ്റാണ്ട് അതെല്ലാം കണ്ടതല്ലേ? അപ്പോൾ ഡോക്ടർ പറയുന്നത് സൂര്യ ഈ നൂറ്റാണ്ടിലെ ഒരു നോസ്ട്രഡാമസ് ആണെന്നാണോ? എന്തുകൊണ്ടായിക്കൂടാ? വളരെ പ്രശാന്തമായ ഒരു കുടുംബാന്തരീക്ഷത്തിൽ ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരന് പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഒരു മരത്തിൽ കയറേണ്ടി വരുന്നു. ഉയരത്തിൽ നിന്നും താഴോട്ട് നോക്കിയപ്പോൾ ഉണ്ടായ ഭീതി, വെർട്ടിഗോ, അവിടെ നിന്നാകാം ഇതിന് തുടക്കം. സൂര്യന്റെ മനസ്സ് അശാന്തമായി. ചിത്രകാരനല്ലാത്ത അയാൾ സർ റിയലിസ്റ്റിക് ചിത്രങ്ങൾ വരച്ചു തുടങ്ങി. ഈ അവസ്ഥയിലാണ് അയാൾക്ക് ഇലക്ട്രിക് ഷോക്ക് ഏൽക്കുന്നത്, ഒരു ഇടിവെട്ടിലൂടെ. വെടിമരുന്നിന് സ്പാർക്ക് ഏൽക്കുന്നത് പോലെ ഒരു മെന്റൽ എക്സ്പ്ലോഷൻ. അയാളുടെ മനസ്സിന്റെ അടഞ്ഞുകിടന്ന അറകൾ തുറക്കപ്പെടുന്നു. തലക്കേൽക്കുന്ന ആഘാതത്തിലൂടെ അമ്നേഷ്യ ഉണ്ടാകുന്നില്ലേ? കഴിഞ്ഞ കാലങ്ങൾ മറന്നുപോവുക. ഇത്തരമൊരു ഷോക്കിന് എന്തുകൊണ്ടൊരു മറുവശം ഉണ്ടായിക്കൂടാ? ഇനി സൂര്യയുടെ ബ്ലഡ് പ്രഷറിന്റെ കാര്യം തന്നെ നോക്കൂ. 243/58. മനുഷ്യ ശരീരത്തിൽ ഒരിക്കലും ഉണ്ടാവാത്തൊരവസ്ഥ. ആൻ ആബ്സല്യൂട്ട് അബ്നോർമാലിറ്റി. கிருஷ்ணன் வந்தாச்சு. குழந்தை பிறக்க போகுது. நீ என்ன சொல்ற? கிருஷ்ணன் வந்தாச்சு, குழந்தை பிறக்க போகுது. செப்டம்பர் 18ஆம் தேதி, கார்த்திகை நட்சத்திரம், மிதுன லக்னம், ஆண் குழந்தை.
ശൈലം ചലനം ജ്വലനം ഋതുവിൻ നടനം ശിലയിൽ ഇലയിൽ ചിതറും ശൈലം കാറ്റിന്റെ ഓളങ്ങളിൽ അമൃതിൻ കണികൾ അരുളും ഗഗനം കരയിൽ ഇളകും കടലിൻ നിനകം അജ്ഞാത വർണ്ണങ്ങളിൽ അനുഭൂതിയാകുന്നു ഞാൻ. എങ്ങനെ നീയെന്നിൻ അംഗതലങ്ങളിൽ ആയിരം വിരലാൽ ശ്രുതിമീട്ടി എങ്ങനെ നീയെന്നിൻ അംഗതലങ്ങളിൽ ആയിരം വിരലാൽ ശ്രുതിമീട്ടി എങ്ങനെ നീ എന്റെ ആത്മതലങ്ങളിൽ ആയിരം ചൊടിയാൽ തേൻ തൂകി കളഹംസങ്ങൾ പൂകും കുളിരം പുതുമഴയൊന്നിൽ കുതിരും ഗന്ധം കതിരോലുന്ന കനവിൻ നടയിൽ നവകോലങ്ങൾ എഴുതും നേരം. മണിമന്ത്രമൊഴിയാൽ ദർശനമേകിയ പൈങ്കിളി മഞ്ജിമ തൂകുമ്പോൾ മണിമന്ത്രമൊഴിയാൽ ദർശനമേകിയ പൈങ്കിളി മഞ്ജിമ തൂകുമ്പോൾ നീരദം നീന്തും നീരജ പൊയ്കയിൽ കാർത്തിക താരം വിടരുന്നു അതിൻ കിരണങ്ങളണിയും മുകുളം ഇതൾ ചൂടുന്നു മണ്ണിൽ ഹൃദയം വാൽനക്ഷത്രമൊന്നിന്റെ മുന്നിൽ പായളി ചിന്തി നിൽക്കുന്ന നേരം ചലനം ജ്വലനം ഋതുവിൻ നടനം ശിലയിൽ ഇലയിൽ ചിതറും ശൈലം. அம்மா நீங்க பாட்டியாக போறேள் ஆண் குழந்தை பிறக்க போகுது எப்போன்னு சொல்ல முடியுமா? வர செப்டம்பர் மாசம் கரெக்டா சொல்றேன் 18ஆம் தேதி வாக்கில நட்சத்திரம் கார்த்திகை முக்கால் மிதுன லக்னம் நிஜமாவா? பெரியவங்க சொன்னா சொன்னதாங்க. அது சரி, என் புள்ள சூரியநாராயண கிரகநிலை எப்படி? உங்க புள்ள ரொம்ப அதிர்ஷ்டசாலி, தேவாம்சம் இருக்கு. இப்படி அபூர்வமான கிரகநிலை நான் பார்த்ததே இல்லை. ஏப்பா, பாசுரன், பாஸ்கரன், அர்க்கன், நாக்கிலே புதன், ஏதாவது சொன்னா அச்சிட்ட மாதிரி நடந்துடும். உங்க புள்ளைய கோயில்ல வச்சு கும்பிடணும்மா.
தான் நமக்கு கடவுள் மாதிரி. அவங்கிட்ட பழகும்போது வேற ஒண்ணும் வேண்டாமா? உனக்கு புரிஞ்சிருக்கும்னு நினைக்கிறேன். என்னம்மா இதெல்லாம்? வாணி, வாட் இஸ் திஸ் நான்சென்ஸ்? அம்மா சொல்லுங்கம்மா, என்னம்மா இதெல்லாம்? காலில் விழுந்து கேக்குறேன். ஐயோ, அப்படியெல்லாம் சொல்லாதப்பா. உனக்கு தெய்வாம்சம் உண்டு மோனே. ஆமா, பிரசனத்துல அப்படிதான் தெரியுது. And considering the balance of the advantage, as also every relevant aspect of the case, South എന്താ എഴുതിയത്? Every relevant aspect of the case. It is my considered opinion that the proposal be declined. That's also. Yes. സൂര്യ, come up. Bullshit. എല്ലാം തൊലഞ്ഞു. 20 കോടി രൂപ. കമ്പനി സമാധാനം പറയണം. സാർ, അപ്പീലിന്റെ കാര്യം? അപ്പീൽ തന്റെ ഒലക്ക. The legal opinion. Nothing could be done. നടന്നത് നടന്നു. ഇനിയിപ്പോ ഒലക്കെടുത്തിന് എന്താ കാര്യം? എടോ, നടന്നത് എന്തുകൊണ്ടാ? താൻ കാരണം. തന്റെ തോന്നിവാസം. യു ലേസി ലവ്സി. താൻ എന്താ കിടന്ന് ചലിക്കുന്നേ? പിന്നല്ലാതെ എന്റെ കരിയർ തൊലഞ്ഞു. ഇനി എന്റെ പക്കൽ നിന്നും കമ്പനി ഈ തുക ഈടാക്കും. 20 കോടിയോ? ആ, 20 പൂടെ ഉണ്ടോ തന്റെ കയ്യില്? തനിക്കറിയാമോ, എന്റെ ഓഫീസ് എന്റെ തൊലിയൊലിക്കും, എന്നെ വെട്ടിമുറിക്കും. വെട്ടിമുറിക്കാൻ താനെന്താടോ ആടോ മാടോ പോത്തോ? തന്റെ ഇറച്ചി ആര് തിന്നോടോ ചീമപ്പന്നി? സൂക്ഷിച്ച് സംസാരിക്കണം. കൈ ചൂണ്ടി സംസാരിക്കരുത്. സംസാരിച്ചാൽ
സംസാരിക്കരുത്. കടക്കണോ പുറത്ത്? സൗകര്യപ്പെട്ടില്ലെങ്കിലോ? I want to meet the duty officer. No, out. ഇത് സെക്യൂരിറ്റി ഏരിയ. അന്യർക്ക് പ്രവേശനമില്ല. നിൽക്കവിടെ. നിൽക്കാൻ പറഞ്ഞില്ല. Get lost. Bloody rascal! Hands up! Hey, stop it. Who are you? എനിക്ക് ഡ്യൂട്ടി ഓഫീസറെ കാണണം. Yes, I am the duty officer. എന്ത് വേണം? ഡൽഹിയിൽ നിന്നും 6:20 മദ്രാശിയിലേക്ക് തിരിക്കുന്ന IC-540 എയർബസ് is going to be sabotaged. What? അതിനുള്ളിൽ ഒരു ബോംബ് പ്ലാൻ ചെയ്യാൻ പോകുന്നു സർ. തീവ്രവാദികളാണ് അതിന് പിന്നിൽ. ഇതാണ് അവരുടെ ഐഡന്റിറ്റി. നിങ്ങൾ ആരാണ്? It's hardly 1 hour for the takeoff. ചോദിച്ചതിന് ഉത്തരം പറയൂ. Inform the airport manager and stop the flight. സമയം നഷ്ടപ്പെടുത്തിയാൽ നിങ്ങൾ ഒരു ദുരന്തത്തിന് ഉത്തരം പറയേണ്ടി വരും മിസ്റ്റർ ഫെർണാണ്ടസ്. Get me Delhi chart. Your attention, please. G. Ramaswamy, Solicitor General, Justice Anandakrishnan, Jacqueline Melisia, Ambassador to Indonesia, Muhammad Ali Khan, Ghazal Singer, Dr. Patodi, Cardiac Surgeon, Mrs. Patodi, James Anthony, Sophia John, Vinay Kumar Gupta, Jay Raman, Mr. John, Ali Barda, a man with an abnormal teeth. ऑफिसर, डीएसपी साहब कहाँ हैं? वो डिपार्चर हॉल में पहुंच चुकी है सर. Your attention please. Passengers traveling to Madras by Indian Airlines flight number IC-540 are requested to kindly proceed for security check. Thank you. कृपया ध्यान दीजिए. इंडियन एयरलाइंस की उड़ान IC-540 से जो यात्री मद्रास जा रहे हैं उनसे निवेदन है कि कृपया सुरक्षा जांच करवाएं. धन्यवाद. मिस्टर, यस. Remove your glasses.
Remove your glasses. क्यों? I said remove your glasses. Hands up. खबरदार, अगर आप लोगों ने जरा भी हरकत की तो मैं इस रिमोट कंट्रोल से बाहर खड़े हवाई जहाज को उस बम की मदद से उड़ा दूंगी जो सामान के साथ हवाई जहाज में पहुंच चुका है। Who are you? I will tell you. हम सब CRPR से कलेक्शन ऑफ राइट पीपल फॉर द राइट कंट्री के मेंबर्स हैं और हमारा मकसद है तमाम हम ख्याल लोगों को उस मुल्क में ले जाना जो खुदा ने उनके लिए मखसूस किया है। हमारा एक लीडर आमिर खाखा पुलिस की हिरासत में है, उसे आपको रिहा करना होगा, वरना हवाई जहाज के टुकड़े गिनने मुश्किल हो जाएंगे डीएसपी साहब। Get me movement control. Surya's timely intervention has averted a possible sabotage of the Indian Airlines flight IC540 from Delhi to Madras. The sketches given by Surya helped the security forces to identify the terrorists. One of them was shot dead, the girl committed suicide, and the third one has escaped with injuries. ഈ അട്ടിമറി ശ്രമത്തിന് പിന്നിലുള്ള ഉദ്ദേശം ഇനിയും വ്യക്തമല്ല. കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രി സൂര്യനാരായണൻ അയച്ച ഒരു പ്രത്യേക സന്ദേശത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ഒരു ദേശീയ സമ്പത്തായി പ്രഖ്യാപിക്കുകയും ചെയ്തു. President George Bush of the United States of America has expressed anguish over the health of Mother Teresa. This is the British Broadcasting Corporation. Our correspondent reports from India about Vaikundar Surya Narayana Iyer, a person with extraordinary powers to see through the future. Rise slowly. Bend back. Feel your spine stretch. Up again. Press. Down till your head touches the floor. Up again. Breathe. Bend down again. Feel your back stretch. Chin up. Inhale. Down. Up again. Inhale as you rise. Bend back. Stomach muscles taut. Up again. Amla, there is a call from PTI. അമല, ഫിലിപ്പ് ഹിയർ. മിസ്റ്റർ സൂര്യയുമായിട്ടുള്ള ടി വി ഇന്റർവ്യൂ ഫിക്സ് ചെയ്തിരിക്കുക. യു ആർ ഡൂയിങ് ഇറ്റ്. It's a pleasure, sir. കുറച്ച് സെൻസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യണേ. ബി കെയർഫുൾ. ഈസ് എ മൂഡി ചാപ്പ്. I certainly prepared. മിസ്റ്റർ സൂര്യ, ഇതൊരു പ്ലസന്റ് സർപ്രൈസ് ആണ്. ഞാൻ പ്രതീക്ഷിച്ചത് അല്പം സീനിയറായ, അല്പം നരയും കയ്യിലൊരു വടിയും വെറ്റിലെ പെട്ടിയൊക്കെയുള്ള ഒരു അപ്പൂപ്പനായിരുന്നു അല്ലേ? അതെ, പക്ഷേ നിരാശയില്ല. ഐ ലൈക്ക് യു ദ വേ യു ആർ. മിസ്റ്റർ സൂര്യ, നിങ്ങളിപ്പോ സെൻട്രൽ സ്റ്റേജിലാണ്. ദേശീയ തലത്തിൽ മാത്രമല്ല പ്രശസ്തി, ലോക തലസ്ഥാനങ്ങളിലും നിങ്ങൾ അറിയപ്പെടുന്നു. നിങ്ങളുടെ ചിത്രങ്ങളില്ലാത്ത പത്രങ്ങളില്ല. ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല, ഒട്ടുമില്ല. വാസ്തവത്തിൽ എനിക്ക് ഭയമാണ്. ഭയമോ? അതെ, ആളുകൾ എന്നെ പിടിച്ച് ദൈവമാക്കി കളയുമോ എന്ന ഭയം. ഇത് അമിത വിനയമല്ലേ? അല്ല, എന്നെ എപ്പോഴും ശ്വാസം മുട്ടിക്കുന്ന ഒരു സത്യം. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ വരാനിരിക്കുന്ന സംഭവങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയുന്നു? എനിക്കറിയില്ല. ചില മൂടുകളിൽ, ചില പ്രത്യേക മാനസികാവസ്ഥകളിൽ ഐ റിസീവ് ഇറ്റ്. സൂര്യ സാർ ആണല്ലോ. റിസീവ്? എന്ത് റിസീവ് ചെയ്യുന്നു? ദൃശ്യങ്ങൾ, വിഷ്വൽസ്, ഇമേജസ്, ടൈം, കളേഴ്സ്. ഈ അപൂർവമായ കഴിവ് എല്ലാവർക്കും ഇല്ലല്ലോ. ഇതൊരു വ്യക്തിയുടെ കഴിവല്ല. വിശന്നു വലഞ്ഞ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മരണപ്പാച്ചിലിൽ മുന്നിൽ കണ്ട കുന്നിൽ നിന്നും
ഒളിമ്പിക്സ് റെക്കോർഡ് തകർത്ത് അക്കരയ്ക്ക് ചാടി രക്ഷപ്പെട്ടവരുണ്ട്. ഒരിക്കൽ കൂടെ ചാടാൻ പറഞ്ഞാൽ കഴിഞ്ഞെന്ന് വരില്ല. ഇംപോസിബിൾ ഫീറ്റ്സ് ആർ സംടൈംസ് പോസിബിൾ. സമ്മതിക്കുന്നു സർ. നമ്മൾ സംസാരിച്ചു വരുന്നത് ഒരു സാധാരണ മനുഷ്യനെ കുറിച്ചല്ലല്ലോ. തുറന്നു പറയൂ സർ, ഇതിലെന്തെങ്കിലും ദൈവീകമായ... ലുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, അത്തരത്തിലുള്ള വിശേഷണങ്ങളൊന്നും വേണ്ട. നാളെ ഉച്ചയ്ക്ക് എന്റെ ഭാര്യ സാമ്പാർ ഉണ്ടാക്കുമോ തീയലുണ്ടാക്കുമോ എന്ന് ചോദിച്ചാൽ ഞാൻ എങ്ങനെ പറയും? അങ്ങനെ ഒരു സിദ്ധി എനിക്കില്ല. എല്ലാ കാര്യങ്ങളും കൃത്യമായി കൃത്യസമയത്ത് പറയാൻ എനിക്ക് കഴിയില്ല. പക്ഷേ ജനം മറിച്ചു പറഞ്ഞാൽ, നിങ്ങളിൽ ദൈവാംശം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നിഷേധിക്കും. അതുകൊണ്ട് കാര്യമില്ലല്ലോ സർ. സൂര്യനെ നോക്കി ചന്ദ്രനാണെന്ന് പറഞ്ഞാൽ ജനം വിശ്വസിക്കുമെന്ന് കരുതിയോ? മൈ ഡിയർ ഫ്രണ്ട്, വാട്ട് ആർ യു ട്രൈങ് ടു സേ? എന്നെ ദൈവമാക്കി തീർക്കാനുള്ള ശ്രമമാണോ? അയ്യോ അല്ല സർ, ദിസ് ഹാസ് ബീൻ എ വെരി ഇൻട്രസ്റ്റിംഗ് ഡിസ്കഷൻ. ഇനി പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ചോദ്യം. ഷൂട്ട്. നാളെ എന്ത് സംഭവിക്കും? സൂര്യൻ ഉദിക്കും, അസ്തമിക്കും. That's all. ക്ഷമിക്കണം സർ, ഈ പാവപ്പെട്ടവളോട് ക്ഷമിക്കണം. ഒരു ദുർബല നിമിഷത്തിൽ ചെയ്തു പോയതാ. ഇതിന്റെ സൗന്ദര്യമാണ് എന്നെ ആകർഷിച്ചത്. എല്ലാം അറിയാവുന്ന മഹാത്മാവാണ് അവിടുന്ന്. ഞാൻ ചെയ്തു പോയ എല്ലാ തെറ്റുകളും പൊറുക്കണം. ഈ ദാസയെ അനുഗ്രഹിക്കണം. നിങ്ങൾ എന്തായി പറയുന്നത്? എല്ലാം അവിടത്തേക്ക് അറിയാമല്ലോ. ഒരു വേശ്യയായി എന്നെ കാണരുത് സർ. നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, അറിയണമൊന്നുമില്ല. എന്നെ തള്ളി പറയരുത്. അവിടുത്തെ സന്നിധാനത്തിൽ വെച്ച് എല്ലാം ഏറ്റു പറയുമ്പോ എനിക്ക് ശാന്തി കിട്ടുന്നു. പോകുന്നു സർ. ഹരിഹരസുതനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. സന്നിധാനത്തിലേക്കാണ് ഞാൻ വന്നത്. കൺമണി ആണായിരിക്കണം, ആരുമേ കണ്ടാൽ കൊതിക്കണം, അവൻ അച്ഛനെ പോലെ ഇരിക്കണം. ആദ്യത്തെ കൺമണി പെണ്ണായിരിക്കണം, അമ്മയെ പോലെ ചിരിക്കണം, മുഖം അമ്പേലെ പോലെ ഇരിക്കണം. അച്ഛനെ പോലെ നടിക്കണം, എന്റെ മോനായില്യം നാളിൽ ജനിക്കണം. അമ്മയെ പോലെ വെളുക്കണം, എന്റെ മോളാട്ടവും പാട്ടും പഠിക്കണം. This program was brought to you by the Gabriel Group of Companies. Gabri baby, Gabri baby, healthy baby, bony baby, Gabri baby, Gabri baby, Gabri baby, Gabri baby.
നിങ്ങളുടെ സംശയം 100% റൈറ്റ്. ഈ ബേബി ഫുഡിൽ അനബോളിക് സ്റ്റെറോയിഡ് എന്ന രാസവസ്തു കലർത്തിയിരിക്കുന്നു. അനബോളിക് സ്റ്റിറോയിഡ്, മെയിൽ സെക്സ് ഹോർമോൺസിന്റെ മോഡിഫൈഡ് ഡെറിവേറ്റീവ്, എ ഡേഞ്ചറസ് അഡൾട്രേഷൻ. ഒരു ബേബി ഫുഡിൽ ഒരിക്കലും ചേർക്കാൻ പാടില്ലാത്ത ഈ കെമിക്കലിന്റെ ഇഫക്റ്റ് വളരെ ഭീകരമാണ്. Then why they use it? Well, maybe business motive. പെട്ടെന്ന് കൊഴുത്തു കടിക്കുന്ന കുഞ്ഞുങ്ങളെ ഇഷ്ടപ്പെടാത്ത പേരൻസ് ഉണ്ടോ? അവരുടെ ഓവർ സ്മാർട്ട്നെസ് ഇഷ്ടപ്പെടാത്ത മനുഷ്യരുണ്ടോ? പക്ഷേ ഇതിന്റെ സൈഡ് എഫക്ട് ഇസ് ഹോറിബിൾ. ക്രമേണ അക്യൂട്ട് ജോണ്ടിസ്, ടോട്ടൽ ലിവർ ഡാമേജ്, അസ്ഥികളുടെ അമിതമായ വളർച്ച, ഇമ്പോർട്ടൻസി ആൻഡ് വാട്ട് നോട്ട്. Good morning, sir. Morning. People from Alvarez Limited to see you. I see. Hello, I'm Gabriel. Hello, welcome. Please come. എന്റെ പ്രശ്നം ഇതാണ്, എ ഡേഞ്ചറസ് ബേബി കില്ലർ. ബേബി കില്ലർ? യെസ്, അനബോളിക് സ്റ്റിറോയിഡ് അഡൾട്രേഷൻ, എ കില്ലിംഗ് കെമിക്കൽ. ഒരു കാരണവശാലും ഒരു ബേബി ഫുഡിൽ ചേർക്കാൻ പാടില്ലാത്ത രാസവസ്തു. ഇതിന്റെ പ്രൊഡക്ഷനും മാർക്കറ്റിംഗും എത്രയും വേഗം തടയണം സർ. നിങ്ങൾ ആരാണ് ഇതൊക്കെ പറയാൻ? ഐ ഡോണ്ട് ഗെറ്റ് യു. പ്ലീസ് സർ, ഞാൻ ആരാണെന്നുള്ളതല്ല പ്രശ്നം. ക്രൂരമായ ബിസിനസ് തന്ത്രം കൊണ്ട് അച്ഛനമ്മമാരുടെ വികാരങ്ങളെ ചൂഷണം ചെയ്യുകയാണ് ഗാബ്രി ബേബി. ഇതിന്റെ ഭവിഷ്യത്ത് കൊണ്ട് പിഞ്ചോമനകൾ നശിക്കുന്നു, രാജ്യത്തിന്റെ ചൈതന്യം നഷ്ടപ്പെടുന്നു. ഇന്ത്യ ബിക്കംസ് എ നേഷൻ ഓഫ് ക്രിപ്പിൾസ്, ഇംപോർട്ടൻസ് ആൻഡ് യൂണക്സ്. ഓക്കെ, നിങ്ങൾ വികാരഭരിതനാവുന്നു. ഐ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. എന്നാൽ ഈ ആരോപണത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഹാവ് യു ഗോട്ട് എനി സ്പെസിഫിക് എവിഡൻസ്? യെസ്, ഐ ഹാവ്. സത്യമായിരിക്കാം, പക്ഷേ ഇതൊരു പ്രൈവറ്റ് ലാബ് റിപ്പോർട്ടാണ്. വി ഗോട്ട് അവർ ഓൺ മെഷേഴ്സ്. സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, CFTRI, ഞാൻ ഇതിന്റെ സാമ്പിൾ അവർക്ക് അയക്കാം. പിന്നെ ഈ ആരോപണം തെറ്റാണെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് അറിയാലോ. കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കുള്ള റെപ്യൂട്ടേഷൻ ഉള്ള കമ്പനിയാണ്. അവർ വെറുതെ ഇരിക്കില്ല. ആർ യു പ്രിപ്പയർഡ്? യെസ് സർ. യുവർ ഗുഡ് നെയിം? സൂര്യ, വൈകുണ്ഠം സൂര്യനാരായണ അയ്യർ. Madam, I would like to meet your chairman, Mr. Gabriel. ഹലോ സർ, അകത്തേക്ക് വരാമായിരുന്നല്ലോ. പ്ലീസ് കം. 86 to 90, വെറും 4 വർഷത്തെ വളർച്ച. ഐ കൺഗ്രാജുലേറ്റ് യു മിസ്റ്റർ ഗാബ്രിയ. ഇതെങ്ങനെ സാധിച്ചു? കഠിനാധ്വാനം, ആത്മാർത്ഥത, ഡെഡിക്കേഷൻ. ദാറ്റ്സ് ഓൾ. അത് നിങ്ങളുടെ ഉയർച്ചയുടെ രഹസ്യം. പക്ഷെ എനിക്കറിയേണ്ടത് ഗാബ്രി ബേബിയുടെ വളർച്ചയെക്കുറിച്ചാണ്. സർ, പ്രോഡക്റ്റിന്റെ മെച്ചം, നൂതനമായ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, ഹെവി അഡ്വർടൈസിംഗ്. ടെൽ മീ, നിങ്ങളുടെ ബേബി ഫുഡിന്റെ സ്പെഷ്യൽ ഫോർമുല എന്താണ്? പ്രത്യേകിച്ചൊന്നുമില്ല. നത്തിങ് സ്പെഷ്യൽ, നത്തിങ് സീക്രട്ട്. ഒരു ഇൻഗ്രീഡിയന്റ് സീക്രട്ട് ആണ്. സീക്രട്ട്? വാട്ട് ഡു യു മീൻ സർ? ആനബോളിക് സ്റ്റിറോയിഡ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71, 72, 73, 74, 75, 76, 77, 78, 79, 80, 81, 82, 83, 84, 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 99, 100, 101, 102, 103, 104, 105, 106, 107, 108, 109, 110, 111, 112, 113, 114, 115, 116, 117, 118
സ്റ്റീറോയിഡ്? എന്താ ഈ പറയുന്നു സാർ? അവയവങ്ങളെ കാർന്നു തിന്നുന്ന ഈ രാസവസ്തുവിനെ കുറിച്ച് ഈ ലൈനിലുള്ള നിങ്ങളോട് ഞാൻ ഉപന്യസിക്കുന്നു മിസ്റ്റർ ഗാബ്രിയ. സാർ. യെസ്. There's a call for you, sir. ആരാണ്? Mr. T.D. Nair, drugs controller. കൊടുക്കൂ. He is on the line. ഗുഡ് ഈവനിങ് മിസ്റ്റർ സൂര്യ. നമുക്ക് അത്യാവശ്യമായി ഒന്ന് കാണണല്ലോ. അതിനെന്താ സാർ? സാർ എവിടെ നിന്നാ വിളിക്കുന്നേ? ഞാൻ താഴെ റിസപ്ഷനിൽ നിന്ന്. ഗുഡ് ഈവനിങ് സാർ. ഹലോ സൂര്യ, വരൂ. കമോ പ്ലീസ് കം സർ. കയറൂ. ഹലോ. I am Gabriel. Meet my brother Gabriel. We are Gabriels. മിസ്റ്റർ സൂര്യ, ഞാൻ ആദ്യം തന്നെ നന്ദി പറയട്ടെ. എന്തിന്? ഞങ്ങളുടെ ബേബി ഫുഡിലെ ഒരു വലിയ കുഴപ്പം കണ്ടുപിടിച്ച് ഞങ്ങളെ സഹായിച്ചതിന്. മിസ്റ്റർ സൂര്യ, നിങ്ങളുടെ പരാതി വാസ്തവാണെന്ന് അറിഞ്ഞപ്പോ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. പക്ഷേ നമുക്ക് രണ്ടുപേർക്കും അറിയാത്തൊരു യാഥാർത്ഥ്യമുണ്ട്. ഗാബ്രിയാസ് നിരപരാധികളാണ്. ഇതിന്റെ പിന്നിൽ ഒരു അട്ടിമറി നടന്നിരിക്കുന്നു. എമിയ സാബറ്റാഷ്, ഒരു തീവ്രവാദി ട്രേഡ് യൂണിയൻ പറ്റിച്ച പണി. അവരെ പ്രേരിപ്പിച്ചത് ഞങ്ങളുടെ റൈവൽ കമ്പനീസ് ആയിരിക്കാം. ഒരു എൻറ്റയർ ബാച്ചിൽ അവർ സിഗയോട് കലർത്തി. ഈ സത്യം മിസ്റ്റർ സൂര്യയെ മനസ്സിലാക്കണം. പ്ലീസ് സർ, ഞങ്ങൾ ആക്ഷൻ എടുത്തു കഴിഞ്ഞു. വർക്ക്സ് മാനേജറും ചീഫ് കെമിസ്റ്റും സസ്പെൻഷനിലാണ്. സ്റ്റോക്ക് ആകെ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞു. 6 കോടിയുടെ നഷ്ടം ബംഗാൾ ഉൾക്കടൽ കണ്ടു കഴിഞ്ഞു. പണമല്ലല്ലോ പ്രശ്നം, മനുഷ്യത്വമല്ലേ? മനുഷ്യത്വം, അതേപ്പറ്റി പറയാൻ നിങ്ങൾക്ക് എന്ത് അർഹതയുണ്ട് മിസ്റ്റർ? മിസ്റ്റർ സൂര്യ, തുതി പാടണ്ട. രാജാവിനേക്കാൾ വലിയ രാജഭക്തിയോ? മിസ്റ്റർ സൂര്യ, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. നിങ്ങൾ ഇതുവരെ പറയുകയായിരുന്നു മിസ്റ്റർ, പ്രവർത്തിച്ചില്ല. മാർക്കറ്റ് പിടിച്ചടക്കിയിരുന്ന പാരമ്പര്യമുള്ള ഒന്നാന്തരം ബേബി ഫുഡ് കമ്പനികളുടെ ബിസിനസ് തകർക്കാൻ വേണ്ടി നിങ്ങൾ കരുതിക്കൂട്ടി ബുദ്ധിപരമായി ഒരു പുതിയ ഫോർമുല കണ്ടുപിടിച്ചു. അഡൾട്രേഷൻ വിത്ത് സ്റ്റെറോയിഡ്. അതല്ലേ സത്യം? കേവലം 4 വർഷം കൊണ്ടുണ്ടായ വളർച്ചയുടെ രഹസ്യവും അതല്ലേ? അറിയപ്പെടുന്ന മാഗസിനുകളുടെ കവർ പേജുകൾ നിങ്ങളെ ഹീറോ ആക്കി. യങ് ബിസിനസ് മാഗ്നറ്റ് ഗാബ്രിയാസ്, ജയന്റ് ഇൻഡസ്ട്രിയലിസ്റ്റ്. മിസ്റ്റർ സൂര്യ, പണം കുന്നുകൂട്ടാൻ വേണ്ടി നഞ്ചു വിൽക്കുന്ന ക്രിമിനൽസ് ആണ് നിങ്ങൾ. യു ആർ എ കില്ലർ, കോൾഡ് ബ്ലഡഡ് കില്ലർ. ഐ വിൽ എക്സ്പോസ് യു. സ്റ്റോപ്പ് ദ കാർ. മിസ്റ്റർ സൂര്യ, നിങ്ങൾ ക്ഷോഭിക്കുന്നു. വഴിയിൽ ഇറങ്ങണ്ട, ഞാൻ നിങ്ങൾ വീട്ടിൽ വിട്ടു തരാം. ഐ സേ സ്റ്റോപ്പ് ദ കാർ. ഗുഡ് ഈവനിങ് സർ. സാറ് വളരെ ടെൻസ്ഡ് ആണല്ലോ. എന്താണ് സാർ പ്രശ്നം? തെറ്റിദ്ധരിക്കരുത് സാർ, ഒരു ജേർണലിസ്റ്റിന്റെ ക്യൂരിയോസിറ്റിയാണ്. മൈ ഗോഡ്, ഇതൊരു മേജർ സ്കൂപ്പാണല്ലോ സാർ. നമുക്കിവരെ എക്സ്പോസ് ചെയ്യണം. നെവർ ലീവ് ദീസ് ആനിമൽസ്. അതിനുള്ള ശ്രമത്തിലാണ് ഞാൻ. എ കോപ്പി ടു ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇത് ഉന്നത തലങ്ങളിലൊക്കെ എത്തി അവിടെ നിന്നുള്ള മറുപടി പ്രതീക്ഷിച്ച് സമയം നഷ്ടപ്പെടുത്തിക്കൂടാ സാർ. ചൈൽഡ്ഹുഡ് ഈസ് പോയ്സൺഡ്, മാൻഹുഡ് ഈസ് ബ്രൂട്ടലൈസ്ഡ്,
womanhood is totally distorted. അത് സംഭവിച്ചൂടാ സർ. I will tell the story. നാളത്തെ പ്രഭാതം ഈ വാർത്ത കേട്ടുണരണം. Can you do it? Yes, I will. എനിക്കൊരു വാക്ക് തരണം. നാളെ ഇതുമൂലം എനിക്കെന്ത് സംഭവിച്ചാലും നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറില്ലെന്ന്. Certainly not. സാറിനൊന്നും സംഭവിക്കില്ല. Believe me, sir. ஆமா ஏன் குழந்தை அழறான்? என்னம்மா குழந்தைக்கு பசிக்குதா? இப்பதானே சாப்பிட்டு வந்தேன். அப்படியா? மோன் கரேண்டா. இந்த பொம்மை பாரு. இரு. அப்ப இன்னொரு பொம்மை வாங்கிட்டு வரேன். அம்மா அந்த பால் பாட்டில் எடுங்க. நீங்க போயிட்டு வாங்க. வாங்க வேண்டிய லிஸ்ட் எல்லாம் எடுத்திருக்கலையா? இருக்கு. அழாத ராஜா. யோ பால் தரேன். இந்தா. പ്രശസ്തി സമീപകാലത്ത് നേടിയ ശ്രീ സൂര്യനാരായണന്റെ കുടുംബാംഗങ്ങൾ ഒരു ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. The tragedy has been linked with the makers of Gabri baby foods. Surya's prediction of mixing steroids in the baby foods is now confirmed by chemical analysis. There have been violent outbursts all over the country against the Gabriel Group, the baby food company. Share prices of the Gabriel Group were adversely affected. Quoted at rupees 450 last week, it has now fallen to rupees 50, causing much panic among the investors and the general public. ചെയർമാൻ ഗാബ്രിയയ്ക്കും മാനേജിംഗ് ഡയറക്ടർ ഗബ്രിയലിനുമെതിരെ മദ്രാസ് പോലീസ് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അവർ രണ്ടുപേരും ഒളിവിലാണ്.
ഇനി മരണമാണതാ നിന്റെ മോക്ഷം. I have killed Gabrias. What? I have killed Gabrias. Stop it! ഹലോ. അമല ഇമോഷണൽ ആകരുത്. ഒരു സാഡ് ന്യൂസ്. എന്താ ഫിലിപ്പ്? സൂര്യയെ പോലീസ് സ്റ്റേഷന് മുമ്പിൽ വെച്ച് ആരോ വെടിവെച്ചു. സിസ്റ്റർ, തിയേറ്റർ ഇസ് റെഡി? റെഡി സർ. ഓക്സിജൻ കറുത്ത ട്യൂബുകൾ വഴിയും നൈട്രസ് ഓക്സൈഡ് നീല ട്യൂബുകൾ വഴിയും വിവിധ സ്ഥലങ്ങളിലേക്ക് പോകുന്നു. അതിൽ നിന്നും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്ന ലൈൻ കണ്ടുപിടിക്കണം. എക്സ്ക്യൂസ് മീ സർ, ഈ കാർബൺ മോണോക്സൈഡ് ഓക്സിജനും തമ്മിലുള്ള ബന്ധം എന്താണ്? ബന്ധം എന്താണെന്നോ? ബോത്ത് ആർ ഗ്യാസസ്, പക്ഷേ രണ്ടും പ്രതികരിക്കുക രണ്ടു വിധത്തിലാണ്. ഓക്സിജൻ ഈസ് ലൈഫ്, കാർബൺ മോണോക്സൈഡ് ഈസ് ഡെത്ത്. ഓക്സിജൻ ആ ട്യൂബ് വഴി ഓപ്പറേഷൻ തിയേറ്ററിൽ ചെന്ന് അനസ്തീഷ്യ സ്റ്റാൻഡ് വഴി രോഗിയുടെ വായിലൂടെ ലങ്സിൽ ചെല്ലുന്നു. ഈ ട്യൂബ് തുളച്ചാണ് കാർബൺ മോണോക്സൈഡ് കയറ്റേണ്ടത്. റിമെമ്പർ, ട്യൂബ് തുളയ്ക്കുമ്പോൾ ഓക്സിജൻ ലീക്ക് ചെയ്യരുത്. ഓക്സിജൻ ലീക്ക് ചെയ്താൽ തിയേറ്ററിലുള്ള പ്രഷർ ഗേജിൽ കാണിക്കും. ഡോക്ടേഴ്സിന്റെ ശ്രദ്ധയിൽപ്പെടും. ബി കെയർഫുൾ. What's happening? Don't worry, no drop in BP. Blood looks cherry red. Must be very healthy. Doctor, there's an emergency call. Doctor, there's an emergency call. Yes, Dr. Varghese. Doctor, തിയേറ്ററിലേക്കുള്ള ലൈനിൽ ആരും കാർബൺ മോണോക്സൈഡ് കലർത്തിയിരിക്കുന്നു. What? What are you talking? Dr. Murthy, reverse the patient. There is some problem in the oxygen.
I told you there was a change in the monitor. Mr. Surya? Mr. Surya? What is this number? Can you see this? This number? Look here. This number? 3 o'clock. Third 3 o'clock. The sun will set. Sun will set. വെടിയേറ്റ മിസ്റ്റർ സൂര്യനാരായണൻ ഓപ്പറേഷൻ വിധേയനായിക്കൊണ്ടിരിക്കുമ്പോൾ ഓക്സിജനിൽ വിഷവാതം കടത്തുവാനുള്ള ഗബ്രിയാസിന്റെ ശ്രമം ഒരു പത്രപ്രവർത്തകയുടെ സംയോജിതമായ ഇടപെടൽ മൂലം തടയാൻ കഴിഞ്ഞു. ബോധം തെളിഞ്ഞതോടെ 3-ാം തീയതി 3 മണിക്ക് സൂര്യൻ അസ്തമിക്കും എന്ന ഒരു വിചിത്രമായ പ്രവചനവും ഇദ്ദേഹം നടത്തിയിരിക്കുന്നു. Yes, the sun will set. Tilt the telescope. ആദിത്യഹൃദയം പുണ്യം സർവശത്രുവിനാശനം ജയാവഹം ജപേ നിത്യമക്ഷയം പരമം ശുഭം സർവമംഗളമാംഗല്യം സർവപാപപ്രണാശനം ചിന്താശോകപ്രശമനായുർവർദ്ധനം സമുദ്രം ദേവ സൂര്യാസ്തമനമല്ല സാർ, സൂര്യനാരായണന്റെ മരണമാണ്. മനസ്സിലായില്ല. ഒരു സാധാരണ മരണത്തിനുള്ള പോസിബിലിറ്റീസ് ഒന്നും ഞാൻ കാണുന്നില്ല. അനസ്തീഷ്യയുടെയോ കാർബൺ മോണോക്സൈഡിന്റെയോ ഹാങ് ഓവറിൽ എന്തോ പിച്ചും പേയും പറഞ്ഞാണ്. യെസ് ഡോക്ടർ. ഡോക്ടർ പറയുന്ന അയാൾ മരിക്കാനുള്ള യാതൊരു കാരണവുമില്ലെന്നാണ്. ദെൻ ഐ ഡോണ്ട് ഗെറ്റ് യു. ഇതാ നോക്കൂ സാർ, അദ്ദേഹം വരച്ച ചിത്രങ്ങളാണ്. ഗൺ, അദ്ദേഹത്തിന് വെടിയേറ്റു. ഓക്സിജൻ, ഒരു ഓപ്പറേഷൻ ആവശ്യമായി. കാർബൺ മോണോക്സൈഡ്, ഈ വിഷവാതകം ഓക്സിജനിൽ കലർത്താൻ ശ്രമിച്ചു. ദാ അസ്തമിക്കുന്ന സൂര്യൻ. അദ്ദേഹം കൊല്ലപ്പെടാൻ പോവുകയാണ്. കൃത്യമായി സമയം പറഞ്ഞിരിക്കുന്നു. മിസ്റ്റർ സൂര്യനാരായണന്റെ മരണം ഒരു കൊലപാതകമായിരിക്കും നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഇറ്റ് കൻ ബി ആൻ ആക്സിഡന്റ്, അല്ലെങ്കിൽ ഒരു സാധാരണ മരണമായിക്കൂടെ? അല്ല സർ, എനിക്കെന്തോ ഐ ഫീൽ. ലുക്ക് അറ്റ് ദിസ് പിക്ചർ. പൊട്ടിച്ചിതറിയ സൂര്യൻ, ബ്രോക്കൺ സൺ. ശ്രീ സൂര്യനാരായണൻ വരച്ച ചിത്രങ്ങളുടെ സൂക്ഷ്മ നിരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഒരു സൂര്യഗ്രഹണമോ ലോകാവസാനമോ അല്ലെന്നും അദ്ദേഹത്തിന്റെ തന്നെ മരണത്തെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണെന്നുമാണ് കരുതുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ സംരക്ഷണങ്ങളും നൽകണമെന്ന് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഡോക്ടർ, ഓൾഡ് ബ്ലോക്കിലുള്ള എല്ലാ പേഷ്യൻസിനെയും മാറ്റണം. സോറി, അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ആവണം. സോറി ഡോക്ടർ, സെക്യൂരിറ്റി അത് ആവശ്യപ്പെടുന്നു. Stop! Come on, hurry up. कल 3 तारीख को एतवार है और प्रेसिडेंसी हॉस्पिटल की नई इमारत वाले तमाम ऑपरेशन थिएटर स्टेरिलाइज करने का मुकर्रर दिन होने की वजह से इस्तेमाल नहीं होंगे। पुरानी इमारत का एक थिएटर जो कि सूर्या के कमरा नंबर 9 के बिल्कुल साथ है, सिर्फ इमरजेंसी के वक्त काम में लाया जाता है।
and we have to create an emergency so that we can reach room number 9. Alpha, Zanda is all right? Yes, sir. Posted. Sir, Rafalin 500 mg. ஐஜி புறப்பட்டோம். ஐஜிக்கு ஆக்சிடென்ட் ஆயிருக்கு. வாட்? நாங்க பிரசிடென்சி ஹாஸ்பிடல் வந்துட்டு இருக்கோம். Take him! Hurry up! Hurry up, man! Hurry up! ഹലോ അൽഫ അൽഫ ഹലോ ആൽഫ 118 എടോ ആ എലിയുടെ വാലിൽ എന്താണ് നോക്കൂ മിസ്റ്റർ Come on. Alpha! 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 Can't you hear me? Alpha, where the hell are you? Hurry up.
ഒരു ദ്വിജബ്രാഹ്മണനായ എനിക്ക് ശേഷക്രിയകൾ നടത്താൻ ഒരാളില്ലാതെ മരിക്കേണ്ടി വരുമല്ലോ. കൊന്നു സാർ, ഒരു ബാറ്ററി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സാർ. ഞങ്ങൾക്ക് അതായിരുന്നു സർ ഓർഡർ. Namah Shivaya.